നല്ലൊരു വീട് വന്നിട്ടുണ്ട്. അധികം താമസിക്കാത്ത, അധികം പഴക്കമില്ലാത്ത വീട്. ഇതിൻ്റെ ഓണറെ മുംബൈക്ക് താമസം മാറി. ഇപ്പം നോക്കാനും താമസിക്കാനൊന്നും ആരുമില്ല. അത് കാരണം അത് കൊടുക്കണം. കാരണം ഇപ്പോൾ ഉള്ളവരൊക്കെ കുറച്ച് ദൂരെയാണ് താമസിക്കണം. അപ്പോൾ എല്ലാ ദിവസവും വന്ന് ഈ ചെടിയും കാര്യങ്ങളൊക്കെ നനക്കാനും പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം ഇത് അങ്ങോട്ട് കൊടുത്തു കളയെന്ന് വെച്ച് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നേരെ കാണുന്ന കാർ പോർച്ച് ഉണ്ട്. 2 വലിയ വണ്ടി പാർക്ക് ചെയ്യാനുള്ള കാർ പോർച്ച് ഉണ്ട്. മുറ്റമൊക്കെ കണ്ട് എന്ത് ഭംഗിയാണ് നോക്കി. എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും. കാരണം ഇതുപോലുള്ള നല്ല നല്ല വീടുകളാണ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീടുകൾ ഇനി കാണാനും വാങ്ങിക്കാനും, കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങളൊരു വീട് വാങ്ങാനോ വിൽക്കാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമുക്ക് ഈ വീടിൻ്റെ അകത്തോട്ട് കയറാം. ഇനി അകത്തെ കാഴ്ചകൾ ഫുൾ ഫർണിച്ചർ അടക്കൊണ്ട് ഇതിൻ്റെ വിൽപ്പന. നിങ്ങളുടെ ലിവിങ് ഏരിയ, അതുപോലെ തന്നെ ഈ വീടിൻ്റെ വർക്ക്, ഇതെല്ലാനും ഓരോരോ എക്സ്പെർട്ട്, അതായത് എല്ലാം കൂടി ഒരാൾക്ക് കൊടുത്തല്ല, എല്ലാ വർക്കുകളിലും നല്ല മികവ് തോന്നിയ ആൾക്കാരെ കൊണ്ട്, അതായത് തറപണി ഒരാൾക്ക്, കെട്ടൊരാൾക്ക് അങ്ങനെ കൊടുത്ത് പണിയിപ്പിച്ചാണ്. അല്ലാണ്ട് ഇത് ഒരു കോൺട്രാക്ടർക്ക് മൊത്തം കൊടുത്ത് പണിയിപ്പിച്ചൊന്നുമല്ല. ഡൈനിങ് ഏരിയ അതായത് ഓരോരുത്തരും വർക്ക് പോയി കണ്ടട്ടെ, അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് കണ്ട്, അവരുടെ വർക്കും കണ്ട്, എല്ലാവരും കാരണം വേറെ സൈറ്റ് അവർ ചെയ്തേക്കുന്ന സൈറ്റുകളൊക്കെ പോയി കണ്ട് അവരുടെ വർക്കെല്ലാം നോക്കി അങ്ങനെ ഓരോരുത്തർക്ക് കൊടുത്ത് ചെയ്യിച്ചാണ്. കാരണം ഇതിൻ്റെ എല്ലാവർക്കും പല പല കോൺട്രാക്ടർമാരാണ് ചെയ്തത്. കാരണം ഈ പെയിൻറ്റിങ് പണി ചെയ്യണവന് പെയിൻറ്റിങ്ങിൻ്റെ പണി, വാഷ് കൗണ്ടർ ഏരിയയൊക്കെ ഉണ്ട, അതുപോലെ തന്നെ തറ കെട്ടണവന് തറകെട്ടിൻ്റെ പണി, അങ്ങനെ കൊടുത്തേന്. പ്ലംബിങ്ങിൻ്റെ ആൾക്ക് പ്ലംബിങ്ങിൻ്റെ പണി, അങ്ങനെ എല്ലാം സെപ്പറേറ്റ് കോൺട്രാക്ട് കൊടുത്ത് പണിയിപ്പിച്ചാണ്. അപ്പോൾ അത് കാരണം അവരുടെ വർക്കുകളൊക്കെ പോയി കണ്ടട്ടെ, അവർക്ക് എല്ലാവരും വർക്ക് ചെക്ക് ചെയ്ത് അവരൊക്കെ നല്ല പണിക്കാരാണെന്ന് ഉറപ്പ് വരുത്തി ചെയ്താണ് ഇവർ. ഞാനതെല്ലാം ചോദിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളോട് പറയണം. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം കേട്ടോ. ഇതിൻ്റെ അകത്ത് 4 ബെഡ്റൂമാണുള്ളത്. ഇവിടെ TV കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാ ഐറ്റംസും ഈ വീട്ടിലുണ്ട്, നിങ്ങളൊന്നും വാങ്ങണ്ടെന്ന്. അത്രയും നല്ലൊരു വീടാണ്. എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കി. അതിൻ്റെ ബാത്റൂം ഇത് ഉപയോഗിക്കാത്ത കാരണം ഇങ്ങനെ കിടക്കണം. ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല ഇത്. കാരണം ഇപ്പോഴും പുതുപുത്തം പോലെ തന്നെ ഇരിക്കണുണ്ടല്ലേ. ഇത് 2ാമത്തെ ബെഡ്റൂം കേട്ടോ. ബെഡ്റൂം എല്ലാവരും നല്ല വലുതുമാണ്, അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഇനി നിങ്ങൾ വാങ്ങിക്കഴിയുമ്പോൾ നിങ്ങളുടേത് ഐഡിയയിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. നിങ്ങൾ ഞാൻ പറയണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടോളൂ, സ്കിപ്പ് ചെയ്ത് പോകരുത്. സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവില്ല. കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്, ഒരു കാര്യത്തിലും ഒരു കുറവും വരുത്തിയിട്ടില്ല. അടുത്ത ബാത്റൂം. ഇനി നമുക്ക് ഇതിൻ്റെ കിച്ചണുണ്ട്, വർക്ക് ഏരിയ ഉണ്ട്, പിന്നെ പുറകിൽ കുറച്ച് സ്ഥലമുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടു നോക്ക്. കാരണം ഇപ്പോഴും ആ ഒരു ക്വാളിറ്റി നിലനിർത്തിയേക്കണ വീടാണിത്. കാരണം ഞാൻ പറയാം, എല്ലാവരും അതുപോലെ ബ്രാൻഡഡ് മെറ്റീരിയൽ, ഒരേ കളറിനും പറ്റിയ സാധനങ്ങൾ കൊണ്ടുവന്ന് പണിയിപ്പിച്ചാണ്. ഒരേ കാര്യങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തേക്കുന്ന ഒരു വീടാണ്. കാരണം അവർ ആഗ്രഹിച്ച് പണിതൊരു വീടാണ്. പക്ഷേ അവർ അങ്ങോട്ട് താമസം മാറേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ ഈ വീട് പൂട്ടിയിടേണ്ട ഒരു അവസ്ഥയായി. അപ്പോൾ അത് കാരണം മാത്രം ഇത് കൊടുക്കാമെന്ന് തീരുമാനിച്ചാണ്. കാരണം അവരാ താമസിക്കുന്നില്ല, അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെന്നുള്ള രീതിക്ക്. കാരണം വെറുതെ ഇങ്ങനെ പൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നശിച്ചു പോകത്തേ ഉള്ളൂ. വർക്കിംഗ് ഏരിയ ഇവിടെയൊക്കെ ഒന്നും ഉപയോഗിക്കണില്ല, കണ്ടില്ലേ, വെറുതെ കിടക്കണേണ്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 സെൻറ്റ് സ്ഥലമാണ്. ബാക്കിലേക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, വർക്കിംഗ് സ്പേസൊക്കെ അവിടെയാണെങ്കിൽ കുറച്ച് വാഴയൊക്കെ നട്ടിട്ടുണ്ട്. ഇനി നടാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാഴ പറഞ്ഞാൽ കൊലച്ച് നിൽക്കണുണ്ട. ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ കൊല നിങ്ങൾക്ക് വെട്ടാട്ടോ. ചെറിയ പോലെയാണ്, എന്തോ ഞാലിപ്പൂവനാട്ടേന്ന് കൊണ്ട് കണ്ടിട്ട്. സ്റ്റെയർ കേസൊക്കെ വുഡാണ്ട, തടിയിലാണ് സ്റ്റെപ്പ് ചെയ്തേക്കണം. ഈ വീട് വരുന്നത് 12 സെൻറ്റ് സ്ഥലം, 2000 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂമുള്ള വീട്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചോറ്റാനിക്കരയാണ്. ഈ വീടിന് ചോദിക്കണ വില 1,55,00,000 രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്, നമുക്ക് ന്യായമായ റേറ്റിന് കിട്ടും. കാരണം ഇവരങ്ങനെയുള്ളൊരു നല്ലൊരാൾക്കാരാണ്. ഇവിടെ ഒരു ആട്ടുകെട്ടിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. അവിടെ ചെല്ലുമ്പോൾ കാണാതെ
ഒന്നും അതേ കൂട്ടാണ്. ഇവിടെ എനിക്ക് ഇവർ വർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇവർക്ക് ഈ വീട് പണിയുടെ ടൈമിന് വർക്ക് അറ്റ് ഹോം ആയിരുന്നു. ഇവരൊരു അമേരിക്കൻ കമ്പനി ആയിരുന്നു. അപ്പോൾ ഇവർക്ക് ഇവിടുന്ന് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സ്പേസ് കൊടുത്തേക്കണം. ഇവിടെ ഒരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് അങ്ങോട്ട് ഞാൻ അതെല്ലാം കാണിച്ചു തരാം. ഇത് നല്ല വലിയൊരു ബെഡ്റൂമാണ് കേട്ടോ. ഉണ്ടോ ഇതെന്ന് വെച്ചാൽ കണ്ട വർക്കിംഗ് സ്പേസ്, ഇവിടെ ബെഡ്റൂം, അങ്ങനെ എല്ലാം കൂടിയും സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഏരിയയാണിത്. ഉണ്ടോ AC കാര്യങ്ങൾ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതിൻ്റെ ബാത്റൂമും നല്ല വലിയ ബാത്റൂമാണ്. ഇത് ഈ ഫ്ലോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് കളറിലാണ് ചെയ്തേക്കണത്. ഇതിൻ്റെ എല്ലാം ക്ലോസറ്റ് കാര്യങ്ങൾ, വാഷ് കൗണ്ടർ എല്ലാം ബ്ലാക്കിലാണ് ഫിനിഷ് ചെയ്തേക്കണം. ഫ്ലോറും അതെ. ഉണ്ട് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. നമ്മുടെ പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിയാൽ കാണാം. എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കി ഇപ്പോഴും. തൊട്ടപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ടല്ലോ. ഞാനത് കാണിച്ചു തരാം, അപ്പുറത്തെ സൈഡിൽ കൂടി കാണിച്ചു തരാം. കാരണം ഇത് ഇപ്പുറത്തൊരു വഴിയാണേ. കാരണം ടാർ റോഡിൽ നിന്നൊരു 50 മീറ്റർ പോലും ഇല്ല. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നിങ്ങളെ കാണിച്ചു തരാം, എന്നാലേ വീടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, വില ഇവർ ഇതാണ് ചോദിക്കണമെങ്കിലും നെഗോഷ്യബിളാണ് കേട്ടോ. ഇത് കണ്ട 4ാമത്തെ ബെഡ്റൂം എന്നുണ്ട്. അതിൻ്റെ കബോർഡ് കാര്യങ്ങൾ, അതിൻ്റെ ബാത്റൂം ഇപ്പോഴും പുതുപുത്തം പോലെ തന്നെ കിടക്കണേ. എല്ലാ സൗകര്യവും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് തുണിയും കാര്യങ്ങളൊക്കെ അലക്കി വിരിച്ചിട്ടാണുള്ളൊരു ഏരിയ ഉണ്ട്. അതിനെ പറയണ്ട, ഒരു ആട്ടുകെട്ടിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പുറത്തൊക്കെ വലിയ വലിയ വീടുകളുണ്ടോ. ഇവിടെയാണ് നമുക്ക് തുണിയും കാര്യങ്ങളൊക്കെ അലക്കാനും ഉണക്കാനും ഒക്കെ ഉള്ള സൗകര്യം കൊടുത്തേക്കണം. പിന്നെ മുകളിലോട്ട് കയറാൻ വേണ്ടി സ്റ്റെയർ കേസ് കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ളൊരു ഏരിയയാണ്. താഴെ വേസ്റ്റ് വാട്ടർ പോകാനുള്ള വെള്ളത്തിൻ്റെ പൈപ്പ്, കറണ്ട് കണക്ഷൻ, അങ്ങനെ എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുണിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ അലക്കി ഉണക്കാനിടാം. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ കണ്ട എത്ര വീടുകളാണെന്ന് നോക്കി ഇവിടെ കണ്ട. ഇവിടെയൊക്കെ വീട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഇത് ഏരിയ അങ്ങനെയാണ്. ഇത് ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ അടുത്തായിട്ട് വരും ഇതിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഞാൻ ലാസ്റ്റിൽ നമ്പർ കാണിക്കുക, അതിനകത്ത് വിളിച്ചാൽ മതി. കണ്ട എന്താ ഒരു ലുക്കെന്ന് നോക്കി. അത്രയും നല്ല പക്കയായിട്ട് ഫിനിഷ് ചെയ്തേക്കണ വീടാണിത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എല്ലാ വർക്കും സെപ്പറേറ്റ് കോൺട്രാക്റ്റ് കൊടുത്താണ് ചെയ്തത്. കാരണം എല്ലാത്തിലെയും അതായത് ഇത് പണിത ഓരോരുത്തരുടെ വർക്കും ഒരേ സൈറ്റിൽ പോയി ചെക്ക് ചെയ്ത് അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കി അവർ അത്രയും ക്ലിയർ ചെയ്തിട്ടാണ് ഒരേ വർക്കും കൊടുത്തത്. അതാണ് ഇത്രയും ഫിനിഷിങ്ങിൽ കിടക്കണം. ഒരു അപാകതയും നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അത്രയും ഭംഗിയായിട്ടാണ് ഫിനിഷ് ചെയ്തേക്കണം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ. ഈ വീടിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിലും ഞാൻ പറഞ്ഞ് ലൊക്കേഷനും പ്രൈസും എല്ലാം പറഞ്ഞ് ഇനി ആരും ലൊക്കേഷനും പ്രൈസും പറഞ്ഞില്ലെന്ന് പറയരുത്.